ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച കേസിൽ 2 പേർ കൂടി കസ്റ്റഡിയിലായി. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. ഛത്തീസ്ഗഡിൽ നിന്ന് പിടിയിലായ ആകാശ് കനോജിയയാണ് അക്രമിയെന്ന് മുംബൈ പോലീസ് തിരിച്ചറിഞ്ഞതായി ഛത്തീസ്ഗഡ് പോലീസ് അറിയിച്ചു. ഇയാളെ മുംബൈ പോലീസിന് കൈമാറുമെന്ന് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ് വ്യക്തമാക്കി. അതേസമയം ലീലാവതി ആശുപത്രിയിൽ ചികിത്സയിലുള്ള സെയ്ഫ് അലി ഖാന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. അനൂപ് ദാസ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അനൂപ്, ഇപ്പോൾ ഈ കസ്റ്റഡിയിലായിരിക്കുന്ന ആകാശിനെ എപ്പോൾ മുംബൈയിലേക്ക് എത്തിക്കും? ഇതാണോ വീട്ടിൽ കയറി സൈഫിനെ ആക്രമിച്ച പ്രതി? രാത്രി 8:20 മുംബൈ പോലീസിലെ ഒരു അന്വേഷണ സംഘം റായ്പൂരിലെത്തും. അതിനുശേഷം ഛത്തീസ്ഗഡ് പോലീസിൽ നിന്ന് ഈ ആഘോഷ് കനോജിയ എന്നയാളെ 31 വയസ്സുകാരനെ കസ്റ്റഡിയിലുള്ള ആളെ കസ്റ്റഡിയിലേക്ക് വാങ്ങും. അതിനുശേഷം വിശദമായി ചോദ്യം ചെയ്യും. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇങ്ങനെ പ്രതിയെന്ന് സംശയിക്കുന്ന ആൾ ജ്ഞാനേശ്വരി എക്സ്പ്രസിൽ വരുന്നു ദുർഗിലേക്ക് എന്ന വിവരം ഛത്തീസ്ഗഡ് പോലീസിന് കൈമാറിയത് മുംബൈ പോലീസാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഫോട്ടോയും ഒപ്പം തന്നെ മൊബൈൽ ടവർ ലൊക്കേഷനും കൂടി കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധന, ആ പരിശോധനയിലാണ് ആഘോഷ് കനോജിയെ കസ്റ്റഡിയിലെടുത്തത്. മൊബൈൽ വീഡിയോ കോൾ വഴി ആഘോഷിനെ മുംബൈ പോലീസിലെ ഉദ്യോഗസ്ഥർക്ക് കാണിച്ചു നൽകിയിട്ടുണ്ട് ഛത്തീസ്ഗഡ് പോലീസ്. അതിൽ നിന്ന് പ്രതി ഇയാളാണ് എന്ന് മുംബൈ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ ഈ സമയം വരെ തയ്യാറായിട്ടില്ല. എന്തായാലും ഈ കസ്റ്റഡിയിൽ ഉള്ളയാളെ മുംബൈ പോലീസിന് ഇന്ന് രാത്രി തന്നെ കൈമാറും. നാളെ രാവിലെയോടുകൂടി മുംബൈ എത്തും. അതിനുശേഷം വിശദമായ ചോദ്യം ചെയ്യലും അറസ്റ്റ് രേഖപ്പെടുത്തലും ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്ന കാര്യം. എന്തായാലും 31 വയസ്സുകാരനായിട്ടുള്ള ആഘോഷ് കനോജിയുടെ ചിത്രം കൂടി ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് ഛത്തീസ്ഗഡ് പോലീസ്. ആ ചിത്രവും നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട വീഡിയോയിൽ CCTV ദൃശ്യങ്ങൾ കണ്ട ചിത്രവും ഏതാണ്ട് ഒരേപോലെ ഉണ്ട്. അങ്ങനെയാണ് മുംബൈ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇത് സംബന്ധിച്ച ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം രാത്രി 9 മണിയോടുകൂടി വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.